വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന റോങ് സ്കെയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള എറേഴ്സിനെ കുറിച്ചാണ്. അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എറേഴ്സ് ഡ്യൂ ടു യൂസ് ഓഫ് റോങ് സ്കെയിൽ. അപ്പോൾ ഇതിന് രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കറക്റ്റ് ലെങ്തിൻ്റെയും കറക്റ്റ് ഏരിയയുടെയും. കറക്റ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് റോങ് സ്കെയിൽ, RF എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനും ഞാൻ WS എന്ന് നോട്ട് ചെയ്തേക്കുന്നത് റോങ് സ്കെയിലും ആണ്. Representative fraction of wrong scale by representative fraction of correct scale into measured length. ഇതാണ് correct lengthന്റെ formula. Then correct area. Representative fraction of wrong scale by representative fraction of correct scale the whole square into calculated area. അപ്പോൾ ഇതാണ് correct area. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. A surveyor measures the length of a line on paper with a scale of 1 centimeter is equal to 6 meter. It works out to be 84 meter afterwards. Find that the scale used in plotting was 1 centimeter is equal to 5 meter. What is the correct length of line? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു സർവേയർ ലെങ്ത് മെഷർ ചെയ്യുവാണ്. മെഷർ ചെയ്തിട്ട് അത് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. പ്ലോട്ട് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 6 മീറ്റർ ആണ്. സോ അതിൻ്റെ മെഷേർഡ് ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 84 മീറ്റർ. അപ്പോൾ ഇതെല്ലാം പ്ലോട്ട് ചെയ്ത് വരച്ചതിന് ശേഷമാണ് അയാൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അയാൾ യൂസ് ചെയ്യേണ്ടിരുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 5 മീറ്റർ ആയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ലെങ്ത് ഓഫ് ലൈൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ കറക്റ്റ് ലെങ്തിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ correct length is equal to representative fraction of wrong scale by representative fraction of correct scale into measured length. So ഇതിലെ റോങ് സ്കെയിൽ ആദ്യം നമുക്ക് നോക്കാം. റോങ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ വരച്ചത് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 6 മീറ്റർ ആണ് പ്ലോട്ട് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ വരയ്ക്കേണ്ടിയിരുന്നത് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 5 മീറ്റർ ആണ്. സോ നമ്മുടെ റോങ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 6 മീറ്റർ ആണ് വരുന്നത്. കറക്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 5 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് റോങ് സ്കെയിലാണ്. റോങ് സ്കെയിൽ നമ്മൾ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 6 മീറ്റർ ആണ് വരുന്നത്. സോ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 6 മീറ്റർ എന്ന് എഴുതും. എന്നിട്ട് നമുക്ക് ഈ 6 മീറ്ററിനെയാണ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 6 ഇൻറ്റു 100. സോ 1/600 എന്നാണ് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് റോങ് സ്കെയിൽ കിട്ടുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് കറക്റ്റ് സ്കെയിൽ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് കറക്റ്റ് സ്കെയിൽ. അപ്പോൾ നമ്മളെടുത്ത കറക്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 5 മീറ്റർ. സോ 1/5 എന്നാണ് വരുന്നത്. ഇത് സെൻറ്റിമീറ്റർ മീറ്ററും. അപ്പോൾ 1/5 ഇൻറ്റു 100 നമുക്ക് വരുന്ന 1/500. സോ ഇനി നമ്മുടെ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്തുകൂടെ? എങ്ങനെയാണ്? കറക്റ്റ് ലെങ്ത് ഈസ് ഇക്വൽ ടു റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് റോങ് സ്കെയിൽ. നമ്മുടെ റോങ് സ്കെയിൽ 1/600 ഡിവൈഡഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് കറക്റ്റ് സ്കെയിൽ 1/500 ഇൻറ്റു മെഷേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 84 മീറ്റർ ആണ് കിട്ടിയേക്കുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1/600 ഇൻറ്റു ഇത് മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെ വരും? 500/1 എന്നുള്ള രീതിയിൽ വരും ഇൻറ്റു 84. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ 70 മീറ്റർ. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമ്മളിപ്പോൾ ലെങ്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇനി നമുക്ക് ഏരിയയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സർവേയർ മെഷേഴ്സ് ദ ഏരിയ ഓഫ് എ പ്ലാൻ ഓൺ പേപ്പർ വിത്ത് സ്കെയിൽസ് ഓഫ് 1 സെൻറ്റിമീറ്റർ ഈസ് ഇക്വൽ ടു 8 മീറ്റർ. It works out to be 256 meter square. Afterwards, he finds that the scale used in plotting was 1 centimeter is equal to 7.50 meter. Find out the correct area. അപ്പോൾ ഇതിലും ഫസ്റ്റ് സർവേയർ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. അത് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 8 മീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 8 മീറ്റർ. അപ്പോൾ അതിൽ മെഷർ ചെയ്ത ലെങ്ത് 256 മീറ്റർ സ്ക്വയർ ആണ്. അതിനുശേഷമാണ് അയാൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് യൂസ് ചെയ്യേണ്ടിയിരുന്ന സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 7.50 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് റോങ് സ്കെയിൽ ബൈ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് കറക്റ്റ് സ്കെയിൽ the whole square into measured length.
മെഷേർഡ് ഏരിയയാണ്, ലെങ്ത് അല്ല, മെഷേർഡ് ഏരിയ. അപ്പോൾ ഇതിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ കൺവേർഷൻ ആണ്. സോ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് എന്താണ് നമുക്ക് ആദ്യം വേണ്ട, റോങ് സ്കെയിൽ നോക്കാം. അപ്പോൾ റോങ് സ്കെയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 8 മീറ്റർ ആണ് റോങ് സ്കെയിൽ. അപ്പം 1/8 ഇൻറ്റു 100, സോ നമുക്ക് വരുന്ന 1/800 എന്നാണ് വരുന്നത്. അടുത്തത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് കറക്റ്റ് സ്കെയിലാണ്. കറക്റ്റ് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 7.50 മീറ്റർ ആണ്. അപ്പോൾ 1/7.5 ഇൻറ്റു 100 ആണ് വരുന്നത്. സോ നമുക്ക് ഫൈനലി വരുന്നത് 1/750 എന്നുള്ള രീതിയിലാണ്. ഇനി ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, കറക്റ്റഡ് ഏരിയ ഇസ് ഇക്വൽ ടു 1/800/1/750 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു മെഷർ ചെയ്ത ഏരിയ 256 ആണ് വരുന്നത്. അപ്പോൾ ഇത് 1/800 ഇൻറ്റു 750/1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 256. നമുക്ക് ഫൈനലി ആൻസർ 225 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലെങ്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു, അതുപോലെ തന്നെ ഏരിയയുടെയും ഒരു പ്രോബ്ലം ചെയ്തു. നിങ്ങളും വർക്കൗട്ട് ചെയ്ത് നോക്കാം.